പ്രിയപ്പെട്ട കുട്ടികളെ, സുരേഷ് മാഷാണ് റീഗൽ കോച്ചിംഗ് സെന്ററിൽ നിന്നും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ശ്രേണി തന്നാൽ, ഒരു സീക്വൻസ് തന്നാൽ അത് അരിതമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. നിങ്ങൾ ബോർഡിലേക്ക് നോക്കൂ. നിങ്ങൾക്കൊരു ശ്രേണി തന്നിരിക്കുന്നു. 17, 20, 23, 26 എക്സെട്ര. നമ്മളോട് ചോദിക്കുകയാണ്, ഈ സീക്വൻസ് ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണോ? ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണി ആണോ? ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്തു നോക്കി പറയേണ്ടത് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ ശ്രേണി സമാന്തര ശ്രേണി ആവണമെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം തുല്യമാവണം. അപ്പൊ നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം ഒന്ന് കണ്ടു നോക്കാം. എന്താണ് പൊതുവ്യത്യാസം കാണുന്നതിനുള്ള ഇക്വേഷൻ? D is equal to x2 minus x1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. D കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. x2 സെക്കൻഡ് ടേം, രണ്ടാം പദം. x1 ഫസ്റ്റ് ടേം, ഒന്നാം പദം. ഇനി നമുക്കൊന്ന് ചെയ്തു നോക്കാം. D is equal to, ഇവിടെ ഈ തന്നിരിക്കുന്ന സീക്വൻസിലെ ശ്രേണിയിലെ ഫസ്റ്റ് ടേം, ഒന്നാമത്തെ പദം ഏതാണ്? 17. രണ്ടാമത്തെ പദമോ? 20. അപ്പൊ ഇവിടെ x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദം ആയതുകൊണ്ട് 20, ദെൻ മൈനസ് x1 17. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. D is equal to 20 minus 17. D is equal to, ഇവിടെ 20ൽ നിന്ന് 17 കുറയ്ക്കുകയാണ് വേണ്ടത്. 20ൽ നിന്ന് 17 കുറച്ചാൽ എത്രയാണ്? 3. ഓക്കെ, ഇതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും D is equal to x3 minus x2. D is equal to x3 23 minus x2 20. D is equal to 3. ഇവിടെ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, പൊതുവ്യത്യാസം തുല്യമായതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഇസ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തന്ന 17, 20, 23, 26 എന്ന് പറയുന്ന സീക്വൻസ് അരിതമെറ്റിക് സീക്വൻസ് ആണ്. മിക്കവാറും ഇതിൽ ചോദിക്കുന്നത് അരിതമെറ്റിക് സീക്വൻസ് ആണോ, സമാന ശ്രേണി ആണോ അല്ലയോ എന്ന് പരിശോധിക്കാനായിരിക്കും. ചിലപ്പോൾ പൊതുവ്യത്യാസം കാണാനും കോമൺ ഡിഫറൻസ് കാണാനും പറയും. അപ്പൊ നിങ്ങളിവിടെ കോമൺ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞു, തുല്യമാണ്. ഈ തന്നിരിക്കുന്ന സീക്വൻസില് രണ്ടും വ്യത്യസ്തമായ പൊതുവ്യത്യാസങ്ങളാണ് വരുന്നത് എങ്കിൽ അത് സമാന ശ്രേണി ആകുമോ? അരിതമെറ്റിക് സീക്വൻസ് ആകുമോ? ഇല്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 17, 20, 23, 26 എന്ന് പറയുന്ന സീക്വൻസ് അരിതമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ കാരണം എന്താണ്? മലയാളം മീഡിയം കുട്ടികൾ എഴുതാവുന്ന ഒരു രീതി ഞാൻ പറയാം, നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. 17, 20, 23 എന്ന ശ്രേണി സമാന്തര ശ്രേണിയാണ്. കാരണം പൊതുവ്യത്യാസം തുല്യമാണ്, അല്ലെങ്കിൽ പൊതുവ്യത്യാസം തുല്യമായതുകൊണ്ട് തന്നിരിക്കുന്ന ശ്രേണി സമാന്തര ശ്രേണിയാണ്. ഇനി ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ റീസൺ എഴുതാൻ പറയാൻ എന്തെല്ലാം എഴുതുക? ദ ഗിവൺ സീക്വൻസ് ഈസ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ബിക്കോസ് ദ ഡിഫറൻസ് ഈസ് സെയിം. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സീക്വൻസ് സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2 പ്രാവശ്യം പൊതുവ്യത്യാസം കാണുക. ഓക്കെ, മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ബോർഡിൽ നോക്കൂ. 7, 11, 15. ഈ ശ്രേണി സമാന്തര ശ്രേണിയാണോ അല്ലയോ? ചില കുട്ടികൾക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ ഇത് പറയാൻ കഴിയും, ഇത് സമാന്തര ശ്രേണിയാണ്, ഇതിന്റെ പൊതുവ്യത്യാസം 4 ആണ്. എന്നിരുന്നാലും തുടക്കം എന്ന രീതിയിൽ ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? D is equal to x2 minus x1. D is equal to x2 11 minus x1 7. D is equal to 4. Okay. Then വീണ്ടും D is equal to x3 minus x2. D is equal to 15 minus 11. 15 minus 11. D is equal to 4. രണ്ടിന്റെയും കോമൺ ഡിഫറൻസ്, നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ സീക്വൻസ് എന്തായിരിക്കും? അരിതമെറ്റിക് സീക്വൻസ് ആയിരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു സീക്വൻസ് തന്നിട്ട്
ഇതെങ്ങനെയാണ് കാണേണ്ടത് എന്ന് മനസ്സിലായല്ലോ. 2 പ്രാവശ്യം പൊതുവ്യത്യാസം കാണുക, കോമൺ ഡിഫറൻസ് കാണുക. അത് തുല്യമാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും, സമാന്തര ശ്രേണി ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻ ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പർ ഏതെല്ലാമാണ് എന്ന് നമുക്കറിയണം. 1, 3, 5, 7 എക്സെട്ര. ഇതാണ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ. ഇതിന്റെ പകുതിയായ ശ്രേണിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പകുതിയായ സീക്വൻസ് എന്തായിരിക്കും? അതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ 1നെ 2 കൊണ്ട് ഹരിച്ചാൽ 1/2, 3നെ 2 കൊണ്ട് ഹരിച്ചാൽ 3/2. അടുത്തത് 5/2, 7/2. അപ്പൊ നമുക്ക് സീക്വൻസ് കിട്ടി, ശ്രേണി കിട്ടി. 1/2, 3/2, 5/2, 7/2 എക്സെട്ര. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് സമാന്തര ശ്രേണി ആണോ അല്ലയോ, ഈ സീക്വൻസ് AP ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനെന്ത് കണ്ടാൽ മതി? 2 പ്രാവശ്യം പൊതുവ്യത്യാസം കാണുക. എന്താണ് പൊതുവ്യത്യാസം? D is equal to x2 minus x1. D is equal to x2 3/2 minus x1 1/2. ബോർഡിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഭിന്നസംഖ്യയാണ്, ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ഛേദങ്ങൾ തുല്യമാണ്. ഛേദങ്ങൾ തുല്യമാണെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. ഛേദങ്ങൾ അത് തന്നെ എഴുതിയാൽ മതി, ഡിനോമിനേറ്റർ അത് തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ എന്താണ്? 2. മുകളിലുള്ളത് അതേപോലെ എഴുതുക. അപ്പൊ ആ ഫ്രാക്ഷൻ എങ്ങനെ വരും? 3 minus 1 all divided by 2. 3 minus 1/2. 3ൽ നിന്ന് 1 കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 2. അപ്പോൾ 2/2. D സമം 1. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 1. അതേപോലെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് കോമൺ ഡിഫറൻസ് കാണണം, പൊതുവ്യത്യാസം കാണണം. വീണ്ടും നമ്മൾ എഴുതുന്നു D സമം x3 minus x2. D സമം 5/2 minus 3/2. ഇവിടെയും ഛേദങ്ങൾ ഡിനോമിനേറ്റേഴ്സ് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്റേഴ്സ് അത് തന്നെ എഴുതുന്നു. D is equal to 5 minus 3/2. 5ൽ നിന്ന് 3 പോയാൽ 2 ആണ്. അതുകൊണ്ട് താഴെ D സമം 2/2. D സമം 1. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സീക്വൻസ് എന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലെ? ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇവിടെ പൊതുവ്യത്യാസം തുല്യമാണ്. ഇതിന്റെ അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ന്റെ കൃതികളുടെ ശ്രേണി. അപ്പൊ 2ന്റെ കൃതികൾ ഏതെല്ലാമാണ് വരുന്നത്? 2 ഘാതം 1, 2 ഘാതം 2, 2 ഘാതം 3, 2 ഘാതം 4. 2^1, 2^2, 2^3, 2^4. അപ്പൊ 2^1, 2 ഘാതം 1 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. 2 ഘാതം 2, 2 into 2 4. അപ്പൊ 2, 4, 2^3, 8 and 16. അപ്പൊ 2, 4, 8, 16 എന്നായിരിക്കും തന്നിരിക്കുന്ന ശ്രേണി. ഇത് സമാന്തര ശ്രേണിയാണോ അല്ലയോ, അത് ഈ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് നോക്കുക? ഇതുവരെ ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പൊതുവ്യത്യാസം കാണുന്നു. D സമം x2 minus x1. D is equal to 4 minus 2. D is equal to 2. ഒന്നുകൂടി നമ്മൾ കാണുന്നു. D is equal to x3 minus x2. D is equal to 8 minus 4. D is equal to 4. അപ്പൊ ആദ്യത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് 2 കിട്ടി. രണ്ടാമത് ചെയ്തപ്പോൾ D is equal to 4 കിട്ടി. ഇവിടെ പൊതുവ്യത്യാസം തുല്യമാണോ? അല്ല. അതുകൊണ്ട് ഈ കോമൺ ഡിഫറൻസ് സെയിം അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സീക്വൻസ് ശ്രേണി സമാന്തര ശ്രേണിയാണോ? അല്ല. അപ്പോൾ ഇതിൽ നമുക്ക് വ്യക്തമായ കാര്യം, ഒരു സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ അതിന്റെ എല്ലാ വ്യത്യാസങ്ങളും, അടുത്തടുത്ത് വരുന്ന 2 ടേമിന്റെ പദങ്ങളുടെ വ്യത്യാസങ്ങൾ തുല്യമാണെങ്കിൽ മാത്രമേ അതെന്താവുകയുള്ളൂ? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ അതാവുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലെ ഒന്നാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് വളരെ നന്നായിട്ട് ചെയ്തു പഠിക്കുക. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് തുടർന്ന് വരുന്നതാണ്. ഓക്കെ.